കുറേയായില്ലേ ഇന്ത്യൻ ബൈക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നേക്ക് നമ്മൾ ഇന്ത്യൻ ബൈക്കിൻ്റെ വീഡിയോസാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാണ്ട് തന്നെ ഫുള്ളും കാണണം. ഇന്നേക്ക് നമ്മൾ കുറച്ച് മിത്തുകളാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് മിത്തുകൾ ട്രൈ ചെയ്യാം. എല്ലാവരും പറയുന്നത് ഒരു കാറിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് സ്ലോ മോഷൻ മൂഡ് അമർത്തി കഴിഞ്ഞാൽ കാറ് ജമ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കാറിൻ്റെ അകത്തോട്ട് നമ്മൾക്ക് കയറിയിട്ട് നമ്മൾക്ക് കയറാം. എന്നിട്ട് മറ്റേ സ്ലോ മോഷൻ മൂഡില്ലേ അത് നമ്മൾക്ക് അമർത്തി നോക്കാം കേട്ടോ. അറിയില്ല, നമുക്ക് സ്ലോ മോഷൻ മൂഡ് അമർത്തി നോക്കാം. ഇത് ജമ്പ് ചെയ്യണ്ട് ഗൈസ്. ഇങ്ങനത്തെ ഒരു ഫ്യൂച്ചറിൽ ഉണ്ടായിരുന്ന എനിക്ക് അറിയേയില്ല. കുറേ പേര് പറഞ്ഞു, ഞാൻ വിചാരിച്ച് ഫേക്ക് അയക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇത് കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ മിത്ത്. അയ്യോ, വണ്ടി വിളിച്ചു. പിന്നെ കുറേ പേര് പറയുന്നത് റോഡിൽ കൂടെ ഓടുന്ന ബൈക്കുകളിനെ അടിച്ചു മാറ്റാൻ പറ്റില്ല. അതാണ് കുറേ പേര് പറയുന്നത്. കാർ മാത്രമേ നമ്മൾക്ക് അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട്. അപ്പുറത്തൊരു ബൈക്കുകാരൻ പോകുന്നുണ്ട്. നമുക്ക് ഈ ബൈക്കുകാരനെ ഫോളോ ചെയ്ത് പോയിട്ട് അവൻ്റെ ബൈക്ക് അടിച്ചു മാറ്റാൻ പറ്റൂല്ലോ നോക്കണം. ഓക്കെ, പോ ഫ്രാങ്ക്ലിനെ പോ. എത്തി. ഇവൻ്റെ ബൈക്ക് എന്താ കളിച്ചു മാറ്റാൻ പറ്റാത്തത്? മറ്റേ വണ്ടീൻ്റെ ഓപ്ഷൻ കാണിക്കുന്നില്ല. ഇവനെ പിസ്റ്റൽ വെച്ചൊന്ന് വെടിവെച്ച് നോക്കാട്ടോ. അവൻ വെളിയിൽ ചാടി ചത്തു. ഇനി ബൈക്ക് എടുക്കാൻ പറ്റുമോ? ഇനി പറ്റുമോ? ബൈക്കിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നില്ല. അയ്യോ, നമ്മൾ താഴെ വീണു. പിന്നെ കുറേ പേര് പറയുന്നത് RGS ടൂൾ എടുക്കുക. RGS ടൂൾ എടുത്തിട്ട് അതിൽ RGB അടിച്ചു കഴിഞ്ഞാൽ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. യെസ് ഗൈസ്, ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നുണ്ട്. ബ്രൈറ്റ്നെസ് മാത്രമല്ല ഗൈസ്, വേറെ കുറേ സംഭവങ്ങളുണ്ട്, വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. ബ്രൈറ്റ്നെസ് നല്ലോണം ഹൈ ആക്കി കൊടുത്തിക്കഴിഞ്ഞാൽ ഓക്കെ ഇത് കൊള്ളാട്ടോ. അയ്യോ, റീസെറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ പഴയ മാതിരിയാവും. പിന്നെ ഇത് നമ്മൾക്ക് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിൽ കുറേ ബാക്ക് കളിച്ചിട്ട് പിന്നെയും ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്താലും ബ്രൈറ്റ്നെസ്സും എല്ലാം കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവും, മാറുകയില്ല. പിന്നെ എല്ലാവരും പറയുന്നത് നമ്മളുടെ വണ്ടികളുണ്ടാവും, നിറയെ വണ്ടികളുണ്ടാവും ഇന്ത്യൻ ബൈക്കിൽ. അപ്പോൾ ഈ വണ്ടികളുടെ ടയറുമേ നമ്മൾ വെടിവെച്ച് കഴിഞ്ഞാൽ ടയർ പൊട്ടി പോവില്ല എന്നാണ് പറയുന്നത്. GTA 5 ടയറുമേ വെടിവെച്ച് കഴിഞ്ഞാൽ ടയറൊക്കെ പഞ്ചറായി പോവും. പക്ഷേ ഇതിൽ പഞ്ചറായി പോവില്ല, നല്ല സ്ട്രോങ് ആണ്. നമുക്ക് AK-47 വെച്ച് വെടിവെച്ച് നോക്കാം. ഇല്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്, ഇതിലെ വണ്ടികളുടെ ടയറൊക്കെ നല്ല സ്ട്രോങ് തന്നെ. പക്ഷേ ഈ ടയറുമേ വെടിവെച്ച് കഴിഞ്ഞാൽ ടയർ എന്തായാലും പഞ്ചറായി തന്നെ പോകണം, അല്ലെങ്കിൽ റിയലിസ്റ്റിക് വരില്ല. റിയൽ ഗെയിമിലൊക്കെ അങ്ങനെയാണ്. റിയലായിട്ടുള്ള GTA 5 അങ്ങനത്തെ ഗെയിമിലൊക്കെ ടയറുമേ വെടിവെച്ച് കഴിഞ്ഞാൽ പറ്റാന്ന് പോവും. ഇത് റോക്കറ്റ് ലോഞ്ചർ വെച്ച് വെടിവെച്ച് നോക്കിയാലോ. നോക്കിക്കഴിഞ്ഞാൽ വണ്ടി കരിഞ്ഞു പോവും ഗൈസ്. റോക്കറ്റ് ലോഞ്ചർ വെച്ച് ടയറുമേ വെടിവെച്ച് ട്രൈ ചെയ്ത് നോക്കിയാൽ വണ്ടി എന്തായാലും കരിഞ്ഞു പോവും. സോ ഗൈസ്, ഇന്ത്യൻ ബൈക്കിൽ മറ്റേ ബലൂൺ ഉണ്ടാവുമല്ലോ, പറക്കുന്ന ബലൂണ് സ്പോൺ ചെയ്തിട്ട് അതിൽ AK-47 എന്ത് വെപ്പൺ വെച്ച് വെടിവെച്ചാലും അത് പൊട്ടിപ്പോവില്ല. നമ്മൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും പൊട്ടിപ്പോവില്ല എന്നാണ് പറയുന്നത്. നമ്മൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ബലൂണൊക്കെ സ്പോൺ ചെയ്തിട്ടുണ്ട്. വലിയ ബലൂണാണ്. ഇത് ഇത്തിരി മാറി നിന്ന് വെടിവെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് വെടിവെച്ച് നോക്കാം ഗൈസ്. ആദ്യം പിസ്റ്റല്. അപ്പോൾ ഗൈസ്, നമ്മൾക്ക് ആദ്യം പിസ്റ്റൽ വെച്ച് ഒന്ന് വെടിവെച്ച് നോക്കാം. വെടിവെക്കി. അയ്യേ, ഇത് പോരാ. നമ്മൾക്കിനി AK-47 വെച്ച് ഒന്ന് വെടിവെച്ച് നോക്കാം. സ്നൈപ്പ്. അയ്യേ, ഇത് പോരാ. ഇനി നമ്മൾക്ക് മിഷൻ ഗണ്ണ്, അതും പോരാ. സ്റ്റിക്കി ബോംബ് ഇട്ടാലോ? സ്റ്റിക്കി ബോംബ് താഴെ പോകണോ, ബലൂണിൽ നിൽക്കില്ല.
നമ്മൾക്ക് പൊട്ടുന്നേ ഇല്ല. യെസ് ഗൈസ്, ഈ മിത്ത് റിയലാണ്. പിന്നെ ഗൈസ് കുറേ പേര് പറയുന്നത് സ്നൈപ്പർ വെച്ചിട്ട് വണ്ടീൻ്റെ അകത്തിരിക്കുന്ന ആളിനെ വെടിവെച്ച് കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന ആൾ മരിച്ചു പോവില്ല, വണ്ടീൻ്റെ ഗ്ലാസ് മാത്രമേ പൊട്ടുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവൻ്റെ ഹെഡൊക്കെ കറക്റ്റ്. ഓക്കെ, യെസ് ഗൈസ്, ഈ മിത്ത് റിയലാണ്. ഗ്ലാസ് മാത്രമേ പൊട്ടുന്നുള്ളൂ, അതിൻ്റെ അകത്തിരിക്കുന്ന ആൾ മരിക്കുന്നില്ല. നമുക്ക് കുറച്ച് അടുത്ത് പോയിട്ട് ഒന്ന് വെടിവെച്ച് നോക്കാം. അതും നമ്മുടെ സ്വന്തം സ്നൈപ്പർ വെച്ചിട്ട് ആവില്ല. AK-47 ഇല്ല ഗൈസ്. പിസ്റ്റല് അതുമില്ല. മിഷൻ ഗന്നോ? പുതിയതായി വന്ന മിഷൻ ഗന്നാണ്. ഇതുമില്ലേ? സ്റ്റിക്കി ബോംബ്? അത് കാര്യമില്ല. അപ്പോൾ ഗൈസ്, ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബർ ചെയ്യുന്ന സമയത്ത് കുത്തിയിട്ടാണെങ്കിലും നെക്കിയിട്ടാണെങ്കിലും ചവിട്ടിയിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബർ ചെയ്ത് തന്നാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.